പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് CPM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണൻ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഇടതുപക്ഷത്തിനെതിരായ പോരാട്ടമല്ല, അഴിമതിക്കെതിരായ പോരാട്ടമാണിത്. തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ സ്വതന്ത്രനായി ഞാൻ മത്സരിക്കണം എന്നതാണ്. അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമെന്ന നിലയിലാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായി ഈ സ്ഥാനാർത്ഥിത്വത്തെ ഞാൻ കാണുന്നില്ല. പയ്യന്നൂരിൽ TA മധുസൂദനൻ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് മധുസൂദനൊപ്പം അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, മധുസൂദനൻ ഇത്തവണയും വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു വിമതൻ മത്സരിക്കാൻ നിൽക്കുന്നു. ആ വിമതന് ഉറപ്പായിട്ടും UDFന് പിന്തുണയുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന കാര്യം. മധുസൂദന്റെ ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ എങ്ങനെയാണ്? തീർച്ചയായും സ്മൃതി, അങ്ങനെ തന്നെയാണ്. ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് പയ്യന്നൂർ മണ്ഡലം. LDF സ്ഥാനാർത്ഥിയായി TA മധുസൂദനൻ വരുന്നു. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ വലിയൊരു തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് പയ്യന്നൂർ മാറുകയാണ്. നമുക്കിപ്പോൾ ഇപ്പോൾ TA മധുസൂദനൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കാങ്കോയിലൂടെയാണ് ഈ പ്രചാരണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രചാരണം വലിയ ആവേശത്തിൽ തുടങ്ങുകയാണല്ലേ? വലിയ ആവേശത്തിലാണ്. വലിയ നിലയിൽ ജനങ്ങളുടെ ആവേശവും പിന്തുണയും നേടിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ മുഴുവനും ഈ പരിപാടിയിൽ ഇതിൻ്റെ നേതൃത്വമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ഏറ്റവും ഉജ്ജ്വലമായ നിലയിൽ ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിയെ സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അപ്പോൾ ആ നിലയിൽ മുന്നോട്ടേക്ക് പോകും. ഇതിപ്പോൾ വി കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. ഇടതുപക്ഷത്തിനെതിരല്ല തന്റെ മത്സരം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇടതുപക്ഷത്തിനെതിരല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ പലയാളും മത്സരിക്കുന്നത്. ആർക്കും മത്സരിക്കാൻ അവകാശമുണ്ടല്ലോ. ഇത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ മത്സരിക്കാനുള്ളതല്ലേ. മത്സരിച്ചോട്ടെ എന്ന് ഞങ്ങളതൊന്നും നോക്കുന്നില്ല. ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇത് ജനങ്ങളുടെ കരുത്തിൽ നിൽക്കുന്നൊരു പ്രസ്ഥാനമാണ്. ഞങ്ങളൊക്കെ ജനങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പൊതുപ്രവർത്തകരാണ്. ഞങ്ങളെല്ലാവരും നാടിനു വേണ്ടി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. കൂടുതൽ ശക്തമായ നിലയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ഏറ്റവും മികച്ച വിജയം പയ്യന്നൂർ നേടും എന്നുള്ളതാണ്. ഈ പയ്യന്നൂരിനെ ശ്രദ്ധാകേന്ദ്രമാക്കിയതിൽ വളരെ വളരെ നന്ദിയുണ്ട്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, TA മധുസൂദൻ ആയിരുന്നില്ല എങ്കിൽ താൻ മത്സര രംഗത്തേക്ക് വരില്ല. ഒരു മാഫിയ സംഘത്തിന്റെ പിടിയിലാണ് ഇവിടുത്തെ ഇടതുപക്ഷം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അദ്ദേഹത്തിനോട് ചോദിക്കും, ഈ കാലം മുഴുവനും ഈ പാർട്ടിയെ കൊണ്ട് ജീവിച്ചിട്ടുള്ളവർ ഇപ്പോൾ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ വയ്യ ഈ ബൈക്കും കൊണ്ട് പായേണ്ട വല്ല കാര്യമുണ്ട് നിങ്ങൾക്ക്? അദ്ദേഹത്തിന്റെ ആരോപണമാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി. ആരോപണം ആർക്ക് ആരോപണം ഉന്നയിക്കാലോ. ഓക്കെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് TA മധുസൂദനന്റെ പ്രതികരണം. ആർക്ക് വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. നിലവിലിപ്പോൾ PK ശ്രീമതി ടീച്ചർ കൂടി ഇവിടെ ഈ പ്രചാരണത്തിന്റെ ഭാഗമായി ഉണ്ട്. ശ്രീമതി ടീച്ചറുടെ കൂടി പ്രതികരണം നമുക്ക് തേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമല്ലേ. ടീച്ചറെ, പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. വലിയ ജനക്കൂട്ടമുണ്ട്. അങ്ങനെ ഒരു മൂന്നാം പിണറായി സർക്കാർ എന്ന നിലയിലേക്കാണോ? തീർച്ചയായും കേരളത്തിൽ LDF അല്ലാതെ മറ്റാരും. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. രണ്ടാം വട്ടം ഞങ്ങൾ പറഞ്ഞത് ഉറപ്പാണ് LDF. ഇപ്രാവശ്യം LDF അല്ലാതെ, കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ തുടർച്ചയായിട്ട് വരുന്ന 10 വർഷക്കാലത്തെ വിസ്മയകരമായ വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ അനുഭവം പേറിയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ബഹുജനങ്ങൾക്ക് വേറെ ആരെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും? പയ്യന്നൂർ കേരളത്തിലെ ഏറ്റവും ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയാണ്. അപ്പോഴും വി കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം അപ്പുറത്തുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഈ പയ്യന്നൂർ മണ്ഡലത്തിലെ ആയിരക്കണക്കിന് പാർട്ടി മെമ്പർമാരിൽ നിന്നും അനുഭാവികളിൽ നിന്നും ഒരു കുട്ടിയെ ഒരു 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 ചെറിയ ഒരു പ്രായക്കാരനെങ്കിലും കൊണ്ടുപോകാൻ. പക്ഷെ അദ്ദേഹം പറയുന്നത് പാർട്ടിക്കാരൊക്കെ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പാർട്ടിക്കാരൻ. ഞാനിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ, അതെ, ഒരു വ്യക്തി പോലും ഇല്ല, ഒരാൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിൽക്കുന്ന അനുഭാവികളായിട്ടുള്ളവരുടെ പിന്തുണ ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. മധുസൂദന് ഒരു വെല്ലുവിളിയുമില്ല എന്നാണ് PK ശ്രീമതിയും പറയുന്നത്. TA മധുസൂദൻ അവരുടെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷമുള്ള എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കുഞ്ഞികൃഷ്ണന്റെ വിമത സ്ഥാനാർത്ഥിത്വം അത് പ്രതിഫലിക്കില്ല എന്ന ആത്മവിശ്വാസമാണ് CPIM.